ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ ആദ്യത്തെ പാഠമാണ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ്. അപ്പൊ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലരുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും, ചിലവരുടെ ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ഏരിയ ആണ് ഈ ഡെഫിനീഷൻസ്. നമുക്ക് അതിൽ ഡെഫിനീഷൻസ് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടില്ല. പകരം നമുക്ക് എന്തേ ഉള്ളൂ, ഡെഫിനീഷൻസ് കൊടുത്ത ആളുകളുടെ പേര്, അവരുടെ ബുക്കിന്റെ പേര്, അത് പബ്ലിഷ് ചെയ്ത ഇയർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ പെട്ടെന്ന് നമുക്ക് അതൊന്ന് നോക്കാം, ഓരോ ബുക്കിൻ്റെതും. ആദ്യത്തേതാണ് വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന ആള് ആഡം സ്മിത്ത് ആണ്. അത്ര പഠിച്ചാൽ മതി. വെൽത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഓക്കെ, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നതാണ്. 1776 ഈ ബുക്ക് അദ്ദേഹം ഇറക്കിയത്. നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പിള്ളേർ ജോയിൻ ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് ഇത്തവണ +2 മികച്ചൊരു വിജയം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാട്സപ്പ് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. രണ്ടാമത്തേതാണ് വെൽഫെയർ ഡെഫിനിഷൻ. അത് ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. ബുക്കിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് 1890. ദെൻ സ്കാർസിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസന്റേതാണ്. ബുക്കിന്റെ പേര് ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് 1932. ദെൻ ഗ്രോത്ത് ഡെഫിനിഷൻ പോൾ സാമുവൽസന്റേതാണ്. ബുക്കിന്റെ പേര് എക്കണോമിക്സ്. പോൾ സാമുവൽസൺ ബുക്കിന്റെ പേര് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ആളുടെ ഡെഫിനിഷന്റെ പേരും ആളുടെ പേരും, ഗ്രോത്ത്, പോൾ സാമുവൽസൺ, അത്രയും പഠിച്ചാൽ മതി. നമുക്ക് അത്ര ഇതിലേക്കുള്ളൂ. ദെൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ് ആണ്. എക്കണോമിക്സ് എന്ന വാക്ക് അതിന്റെ ഉറവിടം, ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒക്കോണോമിയ മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നത്. ഓക്കെ, പിന്നെ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ റീസൺസ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ എക്കണോമിക് പ്രോബ്ലം? 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക് പ്രോബ്ലത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ കാരണമാണ് റിസോഴ്സസ് ആർ സ്കേഴ്സ്, അതായത് വിഭവങ്ങളുടെ ദൗർലഭ്യം. നമുക്ക് വേണ്ട എല്ലാം ഈ സൊസൈറ്റിയിൽ ഇല്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്കുള്ളൂ. അതൊരു പ്രശ്നമാണ്. ദെൻ റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് യൂസ് ചെയ്തപ്പോൾ ഈ എക്സാമ്പിളിലാണെങ്കിൽ വേണമെങ്കിൽ ഒരു കാറ് വാങ്ങിക്കാം, അല്ലെങ്കിൽ കാറ് പ്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കാറ് പ്രൊഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. എല്ലാം കൂടി പറ്റില്ല, രണ്ടും കൂടി പറ്റില്ല. അപ്പൊ എന്താണ്? റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ളത് ഒരു കാരണമാണ്. ദെൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അനന്തമാണ് അല്ലെ, അതിനൊരു കയ്യും കണക്കും ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദെൻ ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ വാണ്ട്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല. ചിലത് നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പൊ കയ്യിലൊരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം, ഒരു ഷൂ വാങ്ങിക്കണം, പിന്നെ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൊന്ന് കറങ്ങാൻ വേണ്ടി പോകണം, ഫുഡ് കഴിക്കാൻ പോകണം, അങ്ങനെ പല പല, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കണം വീട്ടിലെ പാരന്റ്സിന്, അങ്ങനെ പല പല ആവശ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനെല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. ഡ്രസ്സ് വാങ്ങിക്കുന്നത് വേണമെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാം, മരുന്ന് വാങ്ങിക്കണേന് ചിലപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കും. അതാണ് ആ പറയുന്നത്, ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ വാട്ട് ആർ ദ റീസൺസ് ഫോർ എക്കണോമിക് പ്രോബ്ലം? എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് റിസോഴ്സസ് ആർ സ്കേഴ്സ്, വിഭവങ്ങളുടെ ദൗർലഭ്യം. രണ്ടാമത്തേത് റിസോഴ്സസ് ഓൾട്ടർനേറ്റീവ് യൂസസ്, അതായത് വിഭവങ്ങളുടെ ഒന്നിലധികമുള്ള ആവശ്യങ്ങൾ, ഉപയോഗങ്ങൾ. ദെൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മനുഷ്യരുടെ ആവശ്യങ്ങൾ അനന്തമാണ്. ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, എല്ലാ ആഗ്രഹങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളതല്ല.
അടുത്തതാണ് എക്കണോമി ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. എന്താണ് എക്കോണമി? സമ്പദ് വ്യവസ്ഥ എന്താണ്? സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടോട്ടൽ സിസ്റ്റം ആണ്. ആളുകൾക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ കൊടുത്ത്, നേരിട്ടോ നേരിട്ടല്ലാതെയോ ആളുകളിലേക്ക് എത്തിച്ച് ആളുകളുടെ വാണ്ട്സിനെ, ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു ഹോൾ സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്കോണമി, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. പ്രൊഡക്ഷൻ, ഉൽപാദനം; കൺസംഷൻ, ഉപഭോഗം; ഡിസ്ട്രിബ്യൂഷൻ, വിതരണം; എക്സ്ചേഞ്ച്, കൈമാറ്റം. 4 വേർഡ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ 4 കാര്യങ്ങളാണ് ഒരു എക്കോണമിയിൽ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളെ, എക്കണോമിക് ആക്ടിവിറ്റീസിനെ 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റീസിനെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റീസിന് ഒരു സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങളെ എക്കണോമിക് ആക്ടിവിറ്റി എന്നും സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നും, നോൺ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്നും നമുക്ക് തരംതിരിക്കാം. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? ഒരാള് ഇൻകം ആഗ്രഹിച്ചുകൊണ്ട്, വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതേസമയം കുടുംബത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ലവ്, അഫെക്ഷൻ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഒരു കാര്യം ചെയ്തത് എങ്കിൽ അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഈ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടില് ഒരു സ്ത്രീ കുക്ക് ചെയ്യാണ്, വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്, ഹാപ്പിലി കുക്ക് ചെയ്യുന്നു. അതെന്താണ്? അവരുടെ അടുത്തുനിന്ന് ഒരു വരുമാനം ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അപ്പൊ അതെന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. വീട്ടുപണികളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇതേ സ്ത്രീ തന്നെ എന്ത് ചെയ്യുന്നു? വേറെ ആളുകൾക്ക് ലഞ്ചായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇത്ര എമൗണ്ട് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അതെന്താണ് ആക്ടിവിറ്റി? കുക്കിംഗ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറും. ഇതാണ് എക്കണോമിക്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. തൽക്കാലം ഇത്രയും നമുക്ക് മതി. ഇന്നത്തേക്ക് ഷോർട്ടായിട്ട് പഠിക്കാം, അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കില്ല കേട്ടോ. താങ്ക് യു.